everyone in the state of Kerala. God's own country got torn apart by the most devastating floods it had ever seen. With more than 1 million people displaced, 438 reported deaths, thousands of families homeless and stranded, Kerala was brought to its knees. As they say, when the going gets tough, the tough get going. Millions of people came forward to rescue the stranded, feed the hungry, and heal the sick. Sri Sathya Sai Seva organizations Kerala rose up to the occasion, keeping in mind the divine command of Sri Sathya Sai Baba. Manava Seva is Madhava Seva, Jana Seva is Janardana Seva, Nara Seva is Narayana Seva. With Swami's infinite grace and blessings, the organization could render seva to thousands of people across the length and breadth of Kerala. 1,600 people were rescued during the floods. 55,000 man-hours served. 1,700 sevadals participated on an average every single day. Over 55,000 people served. More than 2 crore worth relief materials and medicines were distributed. The catastrophic floods left thousands of people homeless. Post the flood relief activities, the organization initiated work on Sri Sathya Sai Vastudhara project, a massive project to build home for the homeless. A total of 65 homes would be offered to deserving families. With Bhagwan's infinite grace, on 19th December 2019, Sri Sathya Sai Seva organizations handed over 14 homes to families who didn't have any means to build a home again. വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീടെല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് താമസിക്കാൻ സ്ഥലമില്ലാതെ വീടില്ലാതെയും ആകെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് സായി ട്രസ്റ്റിൻ്റെ സാറുമാർ വന്നിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞത്. ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എങ്കിലും സാറുമാർ നിരന്തരം വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്വാസമായി. അങ്ങനെ എൻ്റെ ആ ഷെഡ് മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഷെഡ് മാറ്റി കൊടുത്ത് സ്ഥലമെല്ലാം വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇത്രയും നല്ലൊരു വീട് വെച്ച് തന്നു. എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു സാധനമാണ് ഇത്രയും നല്ലൊരു വീടെന്ന് പറയുന്നത്. വളരെയേറെ സന്തോഷമായി ഇങ്ങനെ നല്ലൊരു വീട് കിട്ടിയതിൽ. ജീവിതകാലത്ത് എനിക്ക് ഒരിക്കലും സ്വയം ഇങ്ങനൊരു വീട് നിർമ്മിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അത്രയും വലിയൊരു കാര്യമാണ് എനിക്ക് അവർ ചെയ്തു തന്നത്. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, ഷെഡൊക്കെ മറിഞ്ഞു വീണപ്പോൾ അവൾ സഹോദരൻ്റെ വീട്ടിൽ പോയതാണ്. ഈ വീട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇനി അവളെയും വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ച് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. വളരെ ഉപകാരമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭയങ്കര വെള്ളപ്പൊക്കം വന്ന് അര കഴിഞ്ഞ് കഴുത്തിന് മേളിൽ വരെ ആകേണ്ട സമയമായപ്പോൾ ഞങ്ങൾ കിടന്ന് അലറിക്കൂവിയാണ്. ഞങ്ങൾ വള്ളത്തിലാണ് എല്ലാവരും രക്ഷിച്ച് കാറാടി സ്കൂളിൽ കൊണ്ടുപോയത്. അത് കഴിഞ്ഞപ്പോഴാണ് സായിറാമിൻ്റെ ആൾക്കാർ വന്ന് കണ്ട് വീടൊക്കെ ആണെങ്കിൽ വീട്ട് പൊളിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോഴും വെള്ളം അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. എങ്കിലും വീടൊക്കെ ഇങ്ങനെ രണ്ടായിട്ട് വീണ്ടും ഇങ്ങനെ എലിമാന്തി കുഴിയും ഭയങ്കരപ്പെട്ട കുഴിയുമായിട്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് വെള്ളം പറ്റിയത്. അന്നേരമാണ് സായി റാമിൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ പേരെ കാണുകയും നേരിട്ട് വിശ്വസിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഭഗവാന്റെ ഇഷ്ടത്തിൽ സായിറാമിൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങൾക്കൊരു വീട് തന്നു. സ്വർഗം പോലൊരു വീട്, ഞങ്ങൾക്ക് സ്വർഗമാണ്. ഭഗവാന്റെ കാൽക്കീഴ് വെച്ച പ്രസാദമാണ് ഞങ്ങൾക്കിത്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി സായിറാമിൻ്റെ കാൽക്കീഴ് വെച്ചിരിക്കുവാണ്. ഇതുപോലൊരു സുവർണാവസരം ഭഗവാൻ ഞങ്ങൾക്ക് കൊണ്ട് തന്നതിന് 100 കോടി പ്രണാമം. 100 കോടി പ്രണാമം ഞങ്ങൾക്ക്. അതേപോലെ ഞങ്ങൾ അനുഭവിച്ചു ഒരുപാട്. 2.5 ആഴ്ച ഞങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നു ഭക്ഷണം കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. അതിനും അവർക്കും ഞങ്ങൾ കോടി പ്രണാമം ചെയ്യുന്നു. കൊടുക്കാൻ വസ്ത്രം തന്നു, നല്ല രീതിയിൽ ആഹാരം തന്നു,
ഇതുപോലെ ഇനി ഒരു നാളിലും ഉണ്ടാകരുതേ ഭഗവാനെ. പൊന്ന് സായിറാം, സായിറാം, സായിറാം. ശ്രീ സായിറാം. എൻ്റെ വീട് ഒരു ഷെഡായിരുന്നു. അതെൻ്റെ പ്രളയത്തിൽ എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് സായി ഭഗവാന്റെ കാരുണ്യത്താൽ എനിക്കൊരു വീട് ഇതിൻ്റെ ട്രസ്റ്റ് തന്നു. ഇങ്ങനൊരു വീട് വെച്ച് തരാൻ സൗകര്യം തന്ന സായി ഭഗവാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ പേരിലും സായി ഭഗവാന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ എനിക്കൊരു വീട് എൻ്റെ സ്വന്തം പേരിൽ വയ്ക്കാൻ എനിക്ക് യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ എനിക്കിങ്ങനൊരു വീട് ഞാൻ പോലും അറിയാതെ എനിക്ക് തന്നതാണ്. അവരെന്നെ തിരഞ്ഞെടുത്ത് എനിക്കിങ്ങനൊരു വീട് തന്നു. അത് എനിക്ക് വളരെ നന്ദി സായി ഭഗവാനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തികളോടും. Sri Sathya Sai Central Trust has taken up the construction of Anganwadis which were destroyed by the floods. This project would be completed by May 2020. In December 2019, Kerala media covered the story of a family who was eating mud to satiate hunger. This propelled the Sri Sathya Sai Seva Organizations Kerala to initiate Sri Sathya Sai Annavastra project. Under this initiative, the organization will adopt needy families and support them with groceries, clothes and healthcare. It was officially inaugurated on 19th December 2019. During its first phase, the organization will adopt 3,000 families by January 2020. Swami, please bless us to love all and serve all. Please bless us so that we can proudly say that our life is Thy message.